തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെയാണ് ജോൺസനെ കഠിനംകുളത്തെത്തിച്ചത്. കൊലപാതകത്തിന് ശേഷം വിഷം കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കഠിനംകുളത്തെത്തിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേർന്നു. ടിൻഡു, ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നതാകാം. ഏതായാലും പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് അല്പസമയത്തിനകം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണും. അപ്പോൾ അതിലൊരു വ്യക്തത നമുക്ക് വരുത്താൻ സാധിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ആതിരയെ കഠിനംകുളത്ത് വാടക വീട്ടിൽ ഈ കഴുത്തിന് കുത്തേറ്റ നിലയിൽ ഭർത്താവ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇൻസ്റ്റാഗ്രാം സുഹൃത്തു കൂടിയായിട്ടുള്ള ജോൺസൺ ഔസേപ്പ്, കൊല്ലം ദളവാപുരം സ്വദേശി ജോൺസൺ ഔസേപ്പ് കോട്ടയിൽ നിന്നും പോലീസിന്റെ പിടിയിലാവുന്നത്. പോലീസ് പിടിയിലാവുന്ന സമയത്ത് ജോൺസൺ ഔസേപ്പ് വിഷം കഴിച്ച നിലയിലായിരുന്നു. പിന്നീട് അയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ആക്കി. അതിനുശേഷം ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. ആശുപത്രി വിട്ടതിന് ശേഷം ഇന്ന് വെളുപ്പിനെയാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ ജോൺസൺ ഔസേപ്പിനെ എത്തിച്ചത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ജോൺസണും ആതിരയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ ആതിര ജോൺസന് നൽകി. അതോടൊപ്പം തന്നെ ഈ ആതിര മരിക്കുന്നത് 3 ദിവസം മുന്നേ തന്നെ ജോൺസൺ ആതിരയുടെ കയ്യിൽ നിന്നും 2500 രൂപ കടമായി വാങ്ങിയിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ ജോൺസണുമായി ഈ ആതിര ജീവിക്കാൻ ചെല്ലാത്തതുമാണ് ഇത്തരത്തിലുള്ള ഒരു പകയ്ക്ക് കാരണമായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആതിര മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ ജോൺസൺ സമീപത്തുള്ള പെരുമാതുറയിലുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമായിരുന്നു. അവിടെ നിന്നുമാണ് ഈ കൊലപാതകത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ആതിര മരിക്കുന്ന ദിവസം രാവിലെ 8:30 മണിയോടുകൂടി ആതിര കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പുറത്തിറങ്ങുന്നു. ആ സമയത്ത് ഭർത്താവ് വെളുപ്പിന് 5:30 തന്നെ സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ്. അപ്പോൾ രാജീവ് 5:30 മണിക്ക് തന്നെ പൂജയ്ക്ക് പോയിരുന്നു. പൂജയ്ക്ക് പോകുന്ന രാജീവ് വരുന്നത് രാവിലെ പിന്നീട് 11 മണിയാകും. അപ്പോൾ ഈ സമയത്തിനുള്ളിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തി. രാവിലെ 8:30 മണിയോടുകൂടി കുട്ടിയെ സ്കൂളിലാക്കിയതിനു ശേഷം ആതിര വീടിനകത്തേക്ക് കയറി, റോഡിന് സമീപമുള്ള വീട്ടിനകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. 9 മണിയോടുകൂടി ജോൺസൺ ആതിരയെ വീട്ടിലെത്തുന്നു. ഇവിടെ വെച്ച് ആതിര ആദ്യം ചായ കൊടുക്കുന്നു. പിന്നീട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആണ് ഈ ഒരു കൊലപാതകം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ലഭിക്കുന്ന വിവരം. ഈ പെരുമാതുറയിൽ നിന്നുള്ള വാടക വീട്ടിൽ നിന്ന് വരുമ്പോൾ സമയത്ത് തന്നെ ജോൺസൺ കയ്യിൽ കത്തി കരുതിയിരുന്നു. ആതിരയുമായി ആതിര അടുക്കളയിൽ ചായ എടുക്കാൻ പോകുന്ന സമയത്ത് ജോൺസൺ ഈ കത്തി കിടക്കയിലെ മെത്തക്കടിയിലേക്ക് നീക്കി വെക്കുന്നു. അവിടെ വെച്ചിട്ടാണ് അതിനുശേഷമാണ് ഈ കത്തി കൊണ്ട് ആതിരയുടെ കഴുത്തിന് കുത്തി ഇറക്കി കൊലപ്പെടുത്തത്. ആഴത്തിലുള്ള ഒരു മുറിവാണ് മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തിയപ്പോൾ ഈ ആതിരയും അതോടൊപ്പം തന്നെ ജോൺസണുമായിട്ടുള്ള ബന്ധം നേരത്തെ തന്നെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ജോൺസൺ ഈ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന സമയത്ത് അച്ഛനും അമ്മയും കാണുകയും ജോൺസണുമായിട്ട് തർക്കം ഉണ്ടാവുകയും ഒക്കെ ഒരു സംഭവം ഉണ്ടായി. ആതിര മരിക്കുന്നതിന് 3-4 ദിവസം മുന്നേ തന്നെ ഇത്തരത്തിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ തമ്മിൽ പരിചയപ്പെട്ട ജോൺസണും ആതിരയും പരിചയപ്പെട്ടത് അവരുടെ പ്രണയബന്ധമൊക്കെ രാജീവ് പറയുന്നു. രാജീവ് വഴി ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുകയാണെങ്കിൽ ആതിര അത് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായിട്ടും രാജീവ് അയൽവക്കക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പിന്നീട് ആ സൗഹൃദം പ്രണയബന്ധത്തിലെത്തുകയും തുടർന്ന് ഈ പ്രണയം നിഷേധിക്കുന്ന ഒരു ഘട്ടം, അതായത് ആതിര ജോൺസണൊപ്പം ജീവിക്കാൻ ചെല്ലില്ല എന്നൊരു ഘട്ടം വരുന്ന സമയത്താണ് ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജോൺസൺ പലതവണ ആതിരയെ തന്നോടൊപ്പം ജീവിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആതിര അപ്പോഴൊക്കെ അത് നിരസിക്കുകയായിരുന്നു. ജോൺസൺ വിവാഹബന്ധം വേർപ്പെടുത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആതിരയ്ക്ക് ജോൺസണോടൊപ്പം ജീവിക്കാൻ അല്ലെങ്കിൽ ജോൺസണോടൊപ്പം പോകാൻ താല്പര്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഈ കൊലയ്ക്ക് പിന്നിലായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ള കാരണം. അന്ന് അത് ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം ആതിരയുടെ 2 വീലറുമായിട്ട് പ്രതി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയും അവിടെ വെച്ച ഈ സ്കൂട്ടർ ഉപേക്ഷിച്ചതിന് ശേഷം ട്രെയിനിൽ കയറി കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയത്ത് ഒരു വീട്ടിലാണ് ഈ പ്രതി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. വാർത്തകളുടെ മറ്റു മാധ്യമങ്ങളുടെയൊക്കെ ജോൺസന്റെ ഫോട്ടോ കണ്ടാണ് ഈ വീട്ടിലുള്ളവർ ജോൺസനെ തിരിച്ചറിയുന്നത്. അവിടെ വെച്ചാണ് വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ചികിത്സയിലായിരുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കേസിന്റെ നടപടികൾക്കൊക്കെ വൈകിയത്. അപ്പോൾ എന്തായാലും ഇന്ന് പ്രതിയുമായിട്ടൊരു തെളിവെടുപ്പ് ഉണ്ടാവും. അല്പസമയത്തിനകം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് കാണിക്കും. തുടർന്നുള്ള അന്വേഷണവും നടപടികളൊക്കെ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇതേ വാർത്തയിലേക്ക് നമുക്ക് വരണം.
ടിൻഡു അവിടെ ഉണ്ടാകുമല്ലോ.